ഇതുപോലത്തെ സലൂൺസിനെ ഓൺലൈൻ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് 2 കോടി രൂപയോളം സമ്പാദിക്കാം. നമ്മുടെ നാട്ടിൽ നല്ല ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ള എന്നാൽ തീർത്തും അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ബിസിനസ് ആണ് സലൂൺസിന്റേത്. നമ്മളൊക്കെ എല്ലാ മാസവും മുടി വെട്ടാറുള്ളതാണല്ലോ. പക്ഷെ മിക്കപ്പോഴും നമ്മളൊരു സലൂണിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ തിരക്ക് കാരണം ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. അതിന്റെ ഒരു പുതിയ സലൂണിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾ എങ്ങനെയായിരിക്കും നമ്മുടെ മുടി വെട്ടാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. വർഷം 36,000 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു മാർക്കറ്റാണ്. പക്ഷേ ഈ ഒരു മാർക്കറ്റിന്റെ വെറും 28% മാത്രമേ ബ്രാൻഡഡ് ഓർ ഓർഗനൈസ്ഡ് സലൂൺസിന്റേതായിട്ടുള്ളൂ. ബാക്കി വരുന്ന 72% ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന സാധാരണ സലൂൺസിന്റേതാണ്. ആൻഡ് അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. സോ ആളുകൾക്ക് ഒരു സിനിമയ്ക്ക് മുൻകൂട്ടി ടിക്കറ്റ് ഒക്കെ എടുത്ത് ചെല്ലാൻ പറ്റുന്നത് പോലെ ഓരോ സലൂണുകളുടെയും റിവ്യൂസും റേറ്റിംഗും എല്ലാം ചെക്ക് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്നും അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ഹെയർ കട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് അത് ഒട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ അവർക്ക് ചെയ്ത് കിട്ടാൻ പാകത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് തന്നെ 2 കോടി രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും ബിസിനസ് പ്ലാനും ഞാൻ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് പ്ലാൻ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ബിസിനസ്സിൽ താല്പര്യമുള്ള നമ്മുടെ എല്ലാ ചങ്ങായിമാരും ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബിസിനസ്സും ഏതൊരു ഗ്രേറ്റ് ബിസിനസിന്റെയും പോലെ കസ്റ്റമേഴ്സിന്റെ ഇടയിലെ ഒരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. വളരെ റീസെന്റ് ആയിട്ട് മാത്രമാണ് കുറച്ച് കമ്പനികളെങ്കിലും സലൂൺ ബിസിനസ്സിലേക്ക് ടെക് എനേബിൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് വരെ നമ്മൾ ആദ്യമായിട്ടൊരു സലൂണിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ സർവീസ് എത്തരത്തിലുള്ളതാണ്, അവിടുത്തെ സ്റ്റാഫിന്റെ എക്സ്പെർട്ടീസ് എന്തൊക്കെയാണ് എന്നൊക്കെ മുൻകൂട്ടി അറിയുന്നതിനും അത് വിലയിരുത്തുന്നതിനും ആവശ്യമെങ്കിൽ അവരുടെ സർവീസ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനും യാതൊരു തരത്തിലുള്ള സംവിധാനവും ഇല്ലായിരുന്നു. സോ ആ ഒരു പ്രോബ്ലമാണ് ഇതിലൂടെ സോൾവ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിന് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. അതൊരു ആപ്പോ വെബ്സൈറ്റോ ആവാം. തുടക്കത്തിൽ ഒരു വെബ്സൈറ്റ് ആയാലും മതി. പക്ഷേ അതിനു മുമ്പ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ലൈസൻസുകളും രജിസ്ട്രേഷനും ആവശ്യമായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിനായിട്ട് വേണ്ടി വരിക. അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ആൾക്കാരെ അവിടുന്ന് അതൊന്ന് ചെക്ക് ചെയ്തു. ഇനി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ ഇൻകം സ്ട്രീംസ് എന്തൊക്കെയാണെന്നുള്ളത്. കാരണം അതിനെ പറ്റി ഒരു ധാരണ കിട്ടിയാൽ മാത്രമേ ഈ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കുകയുള്ളൂ. മെയിൻ ആയിട്ടും 5 ഇൻകം സ്ട്രീംസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലുള്ളത്. നമ്പർ 1 കമ്മീഷൻ. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലൂടെ ആളുകൾ ഹെയർ കട്ടും മറ്റും ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സലൂണുകളിൽ നിന്നും ഒരു കമ്മീഷൻ ചാർജ് ചെയ്യാം. നോർമലി 5-10% ഒക്കെ നിങ്ങൾക്ക് ഈസിലി ചാർജ് ചെയ്യാം. നോർമലി നമ്മളൊരു ഹെയർ കട്ടിന് കൊടുക്കുന്നത് 110 രൂപ മുതൽ 120 രൂപ വരെയാണ്. ആൻഡ് അതിൻ്റെ ഒരു 5-10% എന്നൊക്കെ പറയുമ്പോൾ ഒരു 6 രൂപ മുതൽ 12 രൂപ വരെ നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷനും കമ്മീഷനായിട്ട് ചാർജ് ചെയ്യാം. നമ്പർ 2 പാർട്ട്ണറിംഗ് വിത്ത് ബ്രാൻഡ്സ്. കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഓർ പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്സ് വിൽക്കുന്ന ബ്രാൻഡുകളുമായിട്ട് ടൈപ്പ് ചെയ്ത് അവരുടെ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിനകത്തൂടെ ടാർഗറ്റഡ് ഓഡിയൻസിന് വിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ നല്ല ക്വാളിറ്റി ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡുമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റുകൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് വിൽക്കാൻ സാധിക്കും. ബിക്കോസ് ഈ ഒരു പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് ഓൾറെഡി നിങ്ങളുടെ പ്ലാറ്റ്ഫോമിനകത്ത് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് അഫിലിയേറ്റ് മോഡൽ, ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ ഓർ ഹോൾസെയിൽ മോഡൽ എങ്ങനെ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. നമ്പർ 3 ഫീച്ചേർഡ് ലിസ്റ്റിംഗ്. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കസ്റ്റമർ ബേസ് ഒക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ഗൂഗിളിൻ്റെ അകത്ത് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന റിസൾട്ടുകളിൽ നിങ്ങൾക്ക് മുകളിൽ തന്നെ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റെസ്റ്റോറൻറ്റുകളുടെ പേര് കാണാൻ സാധിക്കും. ആൻഡ് ഇങ്ങനെ കാണിക്കുന്നതിന് ഈ റെസ്റ്റോറൻറ്റുകളുടെ കയ്യിൽ നിന്നും ഗൂഗിളിന് പണം ഈടാക്കാൻ പറ്റും. ഇതിനെയാണ് ഫീച്ചേർഡ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിനകത്ത് കസ്റ്റമേഴ്സ് ബെസ്റ്റ് സലൂൺസ് നിയർ മീ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ സലൂണുകളുടെ പേര് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരിൽ നിന്നും പണം ഈടാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഫീച്ചേർഡ് ലിസ്റ്റിംഗ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഏത് ഏജ് അല്ലെങ്കിൽ ജെൻഡർ കാറ്റഗറിയിൽ പെടുന്നവരാണെന്നും അവർ ഏത് ഡെമോഗ്രഫിയിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്നത് എന്നും എന്തൊക്കെ കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് അനാലിറ്റിക്സും കൂടെ പ്രൊവൈഡ് ചെയ്യാം. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ തന്നെ എമൗണ്ട് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാക്കേജ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യാം. എന്താണെങ്കിലും ബിസിനസ് വളർത്താൻ ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ ആവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് കൈതരും. നമ്പർ 4 കസ്റ്റമർ സബ്സ്ക്രിപ്ഷൻ മോഡൽ. കസ്റ്റമേഴ്സിന് എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ടുകളും പ്രയോറിറ്റി ബുക്കിംഗും എല്ലാം ലഭിക്കുന്നതിനും ഒരു ഡിസ്കൗണ്ട് റേറ്റിന് എല്ലാ മാസവും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സലൂണിൽ നിന്നും ഹെയർ കട്ട് ചെയ്യുന്നതിനും അവസരം നൽകുന്ന കസ്റ്റമർ സബ്സ്ക്രിപ്ഷൻ മോഡൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ സൊമാറ്റോ ഒക്കെ ഗോൾഡ് മെമ്പർഷിപ്പ് ഓഫർ ചെയ്യുന്നത് പോലെ ഇതും നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. നമ്പർ 5 ഷോയിങ് ആഡ്സ് ഓൺ എ പ്ലാറ്റ്ഫോം. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിനകത്ത് ഇതുപോലത്തെ മിനിമൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ കാണിച്ചും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. ഇതുകൂടാതെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് വേറെയും ചെറിയ ചില പൊടിക്കൈകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ബിസിനസ് പ്ലാൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനിയാണ് ലൊക്കേഷൻ. ഏതൊരു ബിസിനസ്സിലും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യലാണ്. ഇതൊരു ആപ്പ് ബേസ്ഡ് ബിസിനസ് ആയതുകൊണ്ട് ഇതിന്റെ ഐഡിയ യൂണിവേഴ്സലാണെന്നുണ്ടെങ്കിലും അപ്പോഴും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന
ഓഡിയൻസിനെയും അവരുടെ ഡെമോഗ്രഫിയൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിലെ ലാഭം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് Tier 1 and Tier 2 സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇവിടെ ഒരു കസ്റ്റമറിന്റെ ആവറേജ് ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് പ്രീമിയം സലൂണുകളും അവിടെ നിന്ന് 2000-നും 5000-നും ഒക്കെ ഹെയർ കട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വരുമാനവും അതിനനുസരിച്ച് കൂടും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റിയിലുള്ള എല്ലാ നല്ല സലൂണുകളെയും നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് ആഡ് ചെയ്യണം. തുടക്കത്തിൽ നിങ്ങൾ തന്നെ നേരിട്ട് പോയിട്ട് ഓരോ സലൂണുകാർക്കും ഈ ഒരു ബിസിനസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് എന്തൊക്കെയാണ് അവരുടെ സ്പെഷ്യാലിറ്റീസ്, എക്സ്പെർട്ടീസ് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്കൊരു പ്രൊഫൈൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിനകത്ത് ക്രിയേറ്റ് ചെയ്ത് നൽകുക. നാളെ നിങ്ങളുടെ ബിസിനസ്സിന് നല്ല റീച്ച് ലഭിച്ചു കഴിഞ്ഞാൽ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സലൂണുകാർക്കും അതിനനുസരിച്ച് നല്ല റീച്ചും കസ്റ്റമേഴ്സിനെയും ലഭിക്കുമെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. തീർച്ചയായിട്ടും അവർക്ക് കൂടെ ഗുണം കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് മിക്ക ആൾക്കാരും നിങ്ങളോട് സഹകരിക്കും. അതോടെ പകുതി പണി കഴിഞ്ഞു. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബിസിനസ്സിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് തുടക്കത്തിൽ ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തന്നെയാണ്. അതിനായിട്ട് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബ്യൂട്ടി വ്ളോഗറിനെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗറിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുക. ഇതിന് ബേസ്ഡ് ഓൺ ദ റീച്ച് നിങ്ങളൊരു 20 to 30K ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ തുടക്കത്തിൽ തന്നെ നല്ലൊരു ബൂസ്റ്റ് കിട്ടുന്നതിന് ഈ ഒരു പ്രൊമോഷൻ തന്നെ ധാരാളം. ഇതിന് ശേഷം നിങ്ങളുടെ ബജറ്റിനും ക്രിയേറ്റിവിറ്റിക്കും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് തരം പ്രൊമോഷൻ ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള 15 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് വേണം ഓരോ പ്രൊമോഷനും എക്സിക്യൂട്ട് ചെയ്യാൻ. പറയാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ സലൂൺ മാത്രമല്ല കേട്ടോ, ബ്യൂട്ടി പാർലറും സ്പായും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ കാൽക്കുലേഷൻ അങ്ങോട്ട് പറയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സലൂണുകൾ ഉണ്ടല്ലോ. അതിലൊരു 1000 സലൂണുകളെ നിങ്ങൾ ആദ്യത്തെ വർഷം തന്നെ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഓൺബോർഡ് ചെയ്തു എന്നാണ് വിചാരിക്കുക. അവിടെയെല്ലാം നിങ്ങളുടെ പ്ലാറ്റ്ഫോം വഴി ബുക്ക് ചെയ്തിട്ട് ദിവസേന ഒരു 5 പേര് വീതം ഹെയർ കട്ട് ചെയ്യാൻ ചെല്ലുന്നുണ്ടെന്ന് അങ്ങോട്ട് കരുതുക. ഒരു ഹെയർ കട്ടിന് സലൂണുകാർ ചാർജ് ചെയ്യുന്നത് 120 രൂപയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 6 രൂപ മുതൽ 12 രൂപ വരും. നമുക്ക് വെറും 6 രൂപ കൂട്ടാം. അങ്ങനെ 5 കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 30 രൂപ കിട്ടും ഒരു ഔട്ട്ലെറ്റിൽ നിന്ന്. ഇങ്ങനെ 1000 ഔട്ട്ലെറ്റിൽ നിന്ന് 30 രൂപ വെച്ച് ലഭിച്ചാലോ പെർ ഡേ 30,000 രൂപ, മാസം 9 ലക്ഷം രൂപ. അതും വെറും ബുക്കിംഗ് കമ്മീഷനിലൂടെ മാത്രം. നിങ്ങൾക്ക് വേറെയും ഈ ഒരു ബിസിനസ്സിനകത്ത് 4ൽ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം. മനസ്സിലായി, ഇത്ര വരുമാനം ഉണ്ടാക്കുന്നതൊന്നും അത്ര എളുപ്പമല്ല, അതിൽ കുറെ എക്സ്പെൻസ് ഒക്കെ ഉണ്ടെന്നല്ലേ. ബിസിനസ് ആകുമ്പോൾ എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എത്ര എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര തന്നെ പ്രോഫിറ്റബിലിറ്റിയും കൂടെ ഉള്ള ഒരു ബിസിനസ്സാണിത്. പിന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നുള്ളത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഇത് 50,000 രൂപയിലും തുടങ്ങാം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയിലും തുടങ്ങാം. അതെങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഇതിൽ നിങ്ങൾക്ക് മേജർ എക്സ്പെൻസ് വരാൻ സാധ്യതയുള്ളത് ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുമാണ്. അതൊരു ആപ്പോ വെബ്സൈറ്റോ ആവാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്യാവശ്യം പണം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. ഇത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ Instagram ID കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. ബൈ.